അങ്ങനെ എല്ലാവർക്കും ക്ലൈഡ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു സർവേയിലാണ്, ന്യൂ സർവേയിലാണ്. സോ പുതിയ തുടക്കത്തിൽ നമുക്ക് നല്ല ഒരു സർവേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതേത് വേൾഡാണോ നോക്കി, സർക്കിൾ മൗണ്ടനേഴ്സ് ഇവിടെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നല്ലൊരു പ്ലെയിൻ സ്ഥലമാണ്. സോ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാം. സോ ആദ്യം നമുക്ക് വുഡ് പൊട്ടിയാൽ തുടങ്ങാം. സോ കുറച്ച് ഇവിടെ ഇത് ചെറിയ ക്ലോസ് ആണ്, ചെറിയ ബയോമാണ്. സോ ഫുള്ളും പിങ്ക് മരങ്ങളാണ്. സോ എന്താ വെച്ചാൽ എങ്ങനെ ബിൽഡ് ചെയ്യാനാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സോ നമുക്ക് ആദ്യം പ്ലാങ്ക്സ് ആക്കിയിട്ട് കുറച്ച് സ്റ്റിക്ക് ഒപ്പിക്കാം. ആദ്യം നമുക്ക് ക്രാഫ്റ്റ് വേണം, എന്നിട്ട് നമുക്ക് സ്റ്റിക്ക് ഒപ്പിക്കാം. കുറച്ച് സ്റ്റിക്കും പിന്നെ നമുക്ക് ഒരു ആക്സും ഒരു പിക്കാക്സും നമുക്ക് നിർമ്മിക്കാം. സോ ഓക്കെ, അതും തയ്യാറാണ്. പിന്നെ ഇവിടെ കുറച്ച് മേലൊരു കുറച്ച് പകുതി വെച്ചിട്ടുണ്ട് മരം, അതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. എല്ലാം ഒന്നും ബാക്കി വെക്കണം, അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇതെല്ലാം പിന്നീട് ആവശ്യം വരും. എന്ന് വെച്ചാൽ കുറേ ഇതിപ്പോൾ ലാസ്റ്റ് കുറച്ച് എന്തെങ്കിലും കുറേ സ്റ്റോണെല്ലാം കിട്ടിയിട്ട് അത് വെച്ച് നമുക്ക് വെപ്പൺ ഉണ്ടാക്കുമ്പോൾ അതിന് കുറേ സ്റ്റിക്ക് ആവശ്യം വരും. പിന്നെ വീടുണ്ടാക്കാൻ നമുക്ക് വീട് നോക്കാം. ഈ വീട് വേണം നമുക്ക് നോക്കാം. പിന്നെ അപ്പുറത്തൊരു ബയോമുണ്ടല്ലോ, അപ്പുറത്ത് എന്തായാലും ഇപ്പോൾ ഒരു ബയോമുണ്ടാവും. ഇവിടെ തന്നെ ഇവിടെ ഫുള്ളും എന്തായാലും ചെറിയ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഫുള്ളും മറ്റേ വേറെ ഓക്ക് ഉണ്ടാവും, ഓക്ക് പ്ലാങ്ക് അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. സോ ഇപ്പം തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല, കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. സോ എപ്പിസോഡ് 3 നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ എല്ലാം തയ്യാറാക്കി ചെയ്തിട്ട് നമുക്ക് പോകുന്നതായിരിക്കും നല്ലേ. സോ ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു വീട് ഉണ്ടാക്കിയതായിരിക്കും നല്ലേ. ഇപ്പോൾ അതായിരിക്കും നല്ലത്. പിന്നെ ആദ്യം നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പ്ലാങ്ക്സ് ഇപ്പോൾ മുക്കാൽ സ്റ്റാക്സുകൾ ആയിട്ടുണ്ട്. സോ ഓക്കെ, സോ ഒന്നും കൂടി ഉണ്ട് ഇവിടെ പ്ലാങ്ക്. ഒന്നും നമ്മൾ ബാക്കി വെക്കുന്നില്ല, എല്ലാം എടുത്തേക്കല്ലേ. പിന്നെ ഇവിടെ തന്നെ ഒരു മരമുണ്ട്. എടാ അവിടെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. എടാ അവിടെ ഗൊമ്മാളെ കിട്ടി ഒരു വില്ലേജ് കിട്ടി. അപ്പം അവിടെ എന്തായാലും ബ്ലാക്ക് സ്മിത്തിൽ എന്തായാലും ഒരു അയൺ ഉണ്ടാവേണ്ടി ആണല്ലോ. സോ നമുക്ക് എന്തായാലും അയണും കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ എന്തായാലും മരമുണ്ട്. സോ മരം പൂർത്തിയാക്കിയിട്ട് തന്നെ നമുക്ക് പണി തുടങ്ങാം. താഴേക്ക് പോവല്ലേ, ഇവിടെ എല്ലാം വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് താഴേക്ക് പോകുന്നതായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ ഒരു പന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് കൊന്നാലോ. പോലടോ ആദ്യത്തെ ഒരു ഫുഡ് നമുക്ക് തന്നെ കിട്ടാം. ഓക്കെ, 2 കിട്ടി. ഓക്കെ, സെറ്റ്. പന്നിക്ക് 2 ഇറച്ചി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ താഴേക്ക് പോയ ശേഷം നമുക്കിവിടെ കോള് കിട്ടിയായിരുന്നു. സോ കോളെല്ലാം നമുക്ക് ബാക്കി വെക്കണ്ട, എല്ലാം എടുത്തേക്കാം. സോ കുറച്ചും കൂടി ആളുണ്ട്, നമുക്കതെല്ലാം പിന്നീട് എടുക്കാം. എല്ലാം ഇപ്പോൾ ചത്തുപോയാൽ എല്ലാം പോകും. ഓക്കെ, അപ്പം അത് മേടിച്ചിട്ടാണ് ഇവിടെ ഷീപ്പ് ഇരിപ്പുണ്ട്. നമുക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ വൂഡ് ആവശ്യം എന്തായാലും ഉണ്ടാവും. സോ നമുക്ക് എല്ലാത്തിനും കൊല്ല അത്രയേ ഉള്ളൂ. സോ ഒരു വോള് കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ മോബല്ലടാ, ഷീപ്പിൻ്റെ കുട്ടിയല്ലടാ. കൊള്ളാം. ഈ 1.20cc അവിടെ വില്ലേജ് ഔട്ട് പോസ്റ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടാവും. ബിക്കോസ് വില്ലേജ് ഉള്ളതുകൊണ്ട് നമുക്ക് വില്ലേജ് ബ്രീഡറും ഉണ്ടാക്കാം, അൺഫാം ഉണ്ടാക്കാം, പിന്നെ റെയ്ഡ് ഫാം ഉണ്ടാക്കാം. സോ ഇപ്പം തന്നെ തയ്യാറായി എല്ലാം ഇൻട്രസ്റ്റ് എനിക്ക്. ബ്ലാക്ക് സ്മിത്ത് ഉണ്ടല്ലോ, നോക്കാം എന്താണുള്ളതെന്ന്. അടിച്ചതിന് ശ്രമിക്കണം. ഇതാ ഇവിടെ 4 ഡയമണ്ട്. ഇപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടി എത്തി കേട്ടാ. ഇപ്പം തന്നെ ഡയമണ്ട് കിട്ടിയത് ഇപ്പം തന്നെ നമ്മൾ ചിലവഴിക്കാത്തതായിരിക്കും നല്ലേ. സോ പിന്നീട് നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇവിടുന്ന് ലെഗിങ്സും കിട്ടി, സോഡും കിട്ടി, എല്ലാം കിട്ടി. ഓക്കെ, അത്യാവശ്യം കിട്ടിയിട്ട് പിന്നെ ഇവിടെ തന്നെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഇരിപ്പുണ്ടല്ലോ. നോക്കാം ഇവിടെ നിന്നുള്ളത്. പിന്നെ ഇവിടെ പ്ലെയിൻ സ്ഥലമാണ്. സോ നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഒരു ബിൽഡ് എന്തായാലും നമുക്ക് ചെയ്യണമെന്നുണ്ട്. സോ ഇതാ ഇവിടെ നിന്നുള്ള ലെഗിങ്സും 3 ബ്രെഡുമാണ്. പിന്നെ ഒരു സാഡിലിരിപ്പുണ്ട്. സോ അതും സെറ്റ് ആയിട്ടുണ്ട്. ഫുഡ് എന്തായാലും ആയിട്ടുണ്ട്. സോ ഇവിടെ ഒരു വില്ലേജർ കൂടിയിട്ടാണല്ലോ നമുക്ക് രക്ഷിക്കാം. അതായത് നന്ദി വേണം കേട്ടോ, രക്ഷിച്ചതിന് ഒറ്റ ഓട്ടം അങ്ങോട്ടേക്ക്. എന്താടാ ഒരു നന്ദി ചോദിച്ചിട്ട് പോകണ്ടേ. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു വില്ലേജറിൻ്റെ വീട് എടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇപ്പം തന്നെ വലിയ പ്ലാങ്ക്സും ബ്ലോക്സൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ബിൽഡ് ചെയ്യുന്നതൊന്നും നല്ലതായിരിക്കത്തില്ല. സോ ഇവിടെ പ്ലെയിൻ ആയതുകൊണ്ട് നല്ല ബിൽഡ് ചെയ്യുന്ന നല്ല സ്ഥലമുണ്ട്. സോ നമുക്ക് ഈ വില്ലേജ് എടുക്കാം, ഈ വീടുണ്ടാക്കാം. പിന്നെ ഇവിടെ തന്നെ ചെസ്റ്റിന് 20 പൊട്ടാറ്റോയും പിന്നെ കുറേ 8 ആപ്പിളും ഇരിപ്പുണ്ട്, നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. പിന്നെ ഈ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വില്ലേജറിൻ്റെ ഈ വീടിൻ്റെ മുതലാളിയോട് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് എന്തായാലും ഈ വീട് വാങ്ങിക്കുന്നതായിരിക്കും. സോ അതിനൊരു പേടിയും വേണ്ട. സോ നമ്മൾ ഇവിടെ തന്നെ കുറേ പ്ലാങ്ക്സ് ഒപ്പിക്കാതെ ഇവിടെ തന്നെ നമുക്ക് ഒരു സ്റ്റാക്കും പിന്നെ ഒരു 20 ബ്ലോക്സും നമുക്ക് ഒപ്പിച്ചിട്ടുണ്ട്. സോ ഇവിടെ കുറേ സ്റ്റിക്ക് ഒപ്പിക്കാൻ നല്ല കുറച്ചും കൂടി പ്ലാങ്ക്സ് ആവശ്യമുണ്ടാവും അല്ലേ. ഓക്കെ, പിന്നെ ഫർണേഴ്സ് നമുക്ക് ബ്ലാക്ക് സ്മിത്ത് നിന്ന് എടുക്കുന്നതായിരിക്കും അല്ലേ. ഇതിന് നമ്മൾ സ്റ്റോണെല്ലാം വെറുതെ എന്തിനാണ് കളയുന്നത്. അണ്ണനോട് ചോദിക്കണമല്ലോ പെർമിഷന്.
എല്ലാം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പെർമിഷൻ ചോദിക്കത്തുള്ളൂ. സോ അതിനൊരു നിങ്ങൾ വിചാരിക്കും എന്താ പെർമിഷൻ ചോദിക്കാത്തത്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ വീടെല്ലാം കട്ട് ചെയ്ത് കുറേ വിശദീകരിച്ച് ചർച്ചയെല്ലാം ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതിനൊക്കെ. സോ അതിനെ ലെങ്ത് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഒരു ഫർണേഴ്സ് വീടിയിട്ടുണ്ട്. നമുക്കിവിടെ വെച്ചിട്ട് കുറേ പ്ലാങ്സ് ഉണ്ടല്ലോ, നമുക്കത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വെറുതെ കോളൊന്നും വേസ്റ്റ് ചെയ്യാത്തിരിക്കും നല്ലത്. വെച്ചാൽ നമ്മൾ ലാസ്റ്റ് മൈനിങ്ങിന് പോകുമ്പോൾ അവിടെ ഇതുണ്ടാവില്ല കേട്ടോ, സ്റ്റോൺ നമ്മളെ ടോർച്ച് എന്തായാലും ആവശ്യമുണ്ടാവും. സോ അപ്പോൾ ടോർച്ച് ഇല്ലാണ്ട് ഒരു ഇതുണ്ടാവില്ല, എല്ലാം പണി കിട്ടുമെന്ന് വെച്ചാൽ ഫുള്ള് ഇരുട്ടായിരിക്കും. പിന്നെ സൂമ്പി തന്നെ കുറേ സൂമ്പി ഉണ്ടാവും, പിന്നെ അവിടെ തന്നെ കത്തിക്കണം, എല്ലാം ചടങ്ങ് പരിപാടിയാണ് ഈസ്. ഓക്കെ, സോ അത് നമ്മൾ 13 പ്ലാങ്സ് വെച്ച് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു ആപ്പിളും ഉണ്ട്. നമ്മൾ വിശക്കുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടി വില്ലേജിനോട് ചോദിച്ചിട്ട് വേണം കുറേ ഫുഡ് ഒപ്പിക്കാൻ. പിന്നെ നോക്കട്ടെ ഇവിടെ എന്തെല്ലാം. ഇവിടെ മറ്റേതുണ്ട്, എന്തോ ആ ഒരു സംഭവം ഉണ്ട്. ഇതാ ഓക്കെ ഉണ്ട്, അതെല്ലാം പൊട്ടിച്ചേക്കാം. എന്നിട്ട് വീറ്റാക്കണ്ടാണ്, വീറ്റാക്കിയിട്ട് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കണം. എന്തെല്ലാം ചടങ്ങ് പരിപാടിയാണല്ലോ, എല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കാം. പിന്നെ വില്ലേജ് കൊണ്ടുപോകും, അവിടെ തന്നെ സൈഡിൽ കുറേ ഇരിപ്പുണ്ട്. സോ ഇതെല്ലാം പൊട്ടിച്ചെടുക്കാം. സോ ഇവിടെ ഒരു അയങ്കോളം ഇരിപ്പുണ്ടല്ലോ, കൊന്നാലോ? നമുക്ക് കൊല്ലാൻ തോന്നുന്നില്ല. ആ ഒരു നിഷ്കളങ്കമായ ഒരു മുഖത്തിനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊല്ലാൻ തോന്നുന്നത്? അപ്പോൾ നമുക്ക് ഇതെന്താ ഒരു പണിയില്ലാത്ത വില്ലേജസ് എൻ്റെ മുമ്പിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒന്നല്ലോ കളിക്കുന്നു. എന്താടാ അടിച്ചതിന് ശേഷം ചിലപ്പോൾ അയങ്കോളത്തിന് ഈ ചൂടായിട്ടുണ്ടാവും, അപ്പോൾ ഞാൻ അവിടെ പോയതായിരുന്നു. ഇതെല്ലാം പിന്നീട് ആവശ്യം വരും. ഇപ്പോൾ വില്ലേജസിൽ ഇങ്ങനെ പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് ആ പുഞ്ചിരി അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവരെല്ലാം തീർക്കാനുണ്ട്. ഓക്കെ, ആ വില്ലേജർ ഔട്ട് പോസ്റ്റിൽ കത്തിക്കണം, അതെല്ലാം എൻ്റെ ആഗ്രഹം. പിന്നീട് നടക്കും, എന്തായാലും നടക്കും. എനിക്ക് ഇതെല്ലാം ആടെ തന്നെ എൻ്റെ വീട് ഉണ്ടാക്കണം, അതായിരിക്കും നല്ലല്ലേ. ആ വില്ലേജർ ഔട്ട് പോസ്റ്റിൽ കത്തിച്ച് ആ പ്ലാങ്സ് എല്ലാം പൊട്ടിച്ചെല്ലാം എടുത്തിട്ട് അങ്ങനെ അല്ലേ. പിന്നെ നമ്മൾ സേഫിന് വേണ്ടി ഒരു ചെസ്റ്റിൽ നാളെ ഡയമണ്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ലെഗിങ്സ് എല്ലാം വിയർ ആയിട്ടുണ്ട്. സോ ഇത്രയാണ് വീഡിയോ. ഇപ്പം തന്നെ കുറേ ലെങ്ത് ആയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് അറിയാലോ 50 മിനിറ്റ് ആയിട്ട് 7 മിനിറ്റ് ആയിട്ടുണ്ടാകും. സോ ഇത്രയാണ് വീഡിയോ. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ ഗൈസ്.